ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ജെമിനി ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊരു 1-2 കമൻറ്റ്സ് വന്നിരുന്നു, എങ്ങനെയാണ് ജെമിനിയുമായിട്ട് വെയിറ്റ് കുറച്ചത് എന്നുള്ള ആ ഒരു കാര്യം ഒന്ന് പറയാം. അതായത് ജെമിനിയോട് എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒരു ദിവസം എങ്ങനെയാണ് ജെമിനിയോട് ചാറ്റ് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യവും ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. അപ്പം നമുക്ക് നേരെ വീഡിയോ. അപ്പം നമുക്ക് ജെമിനി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഈ പേജിനൊരു പേര് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പേജ് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ പേജിന് വെയിറ്റ് ലോസ് എന്ന് പേര് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ പേര് കൊടുക്കണമെന്ന് തോന്നുന്നത് പെട്ടെന്ന് തിരിയാൻ വേണ്ടിയിട്ട് ആ പേര് നിങ്ങൾ ഈ പേജിന് കൊടുക്കാൻ. തൽക്കാലം ഞാനിപ്പോൾ വെയിറ്റ് ലോസ് എന്നാണ് ഈ പേജിന് പേര് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ടൈപ്പ് ചെയ്ത് ജെമിനിക്ക് സെൻഡ് ചെയ്ത സമയത്ത് ജെമിനി വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട എന്തെല്ലോ കാര്യങ്ങൾ ഇംഗ്ലീഷിലായിരുന്നു പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഈ പേജിന് ജസ്റ്റ് പേരിടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇനി മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ലക്ഷ്യം എന്നുള്ളത് പറയാൻ. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വെയിറ്റ് കുറക്കണം, അതിന് തന്നെ ജെമിനി ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ജെമിനിക്ക് അയച്ചു കൊടുത്തപ്പോൾ ജെമിനി എനിക്ക് മെയിനായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറച്ച് ടിപ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞിട്ടില്ല, നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഹൈറ്റ്, വെയിറ്റ്, പിന്നെ നമുക്ക് എന്തെങ്കിലും രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ ഫീഡിങ് മോം ആണെങ്കിൽ അത്, അങ്ങനെ നമ്മളെ ഡീറ്റെയിൽസ് പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം, അങ്ങനെ നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കാൻ. അങ്ങനെ നമ്മളിത് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് പ്ലാന് ജെമിനി നമുക്ക് പറഞ്ഞു തരും, ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് ജെമിനി പറഞ്ഞു തരും. അതെല്ലാം ഒന്ന് വായിച്ച് നോക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൂ. ജെമിനി എന്താ അയച്ചു തന്നാൽ നമ്മൾ അയക്കുന്ന മെസ്സേജിന് ജെമിനി തരുന്ന മറുപടി നമ്മൾ എന്തായാലും വായിച്ചിരിക്കണം. അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടാതിരിക്കത്തില്ല. പിന്നെ ഞാൻ ജെമിനോട് മെയിനായിട്ട് പറഞ്ഞു, ഞാനൊരു 1 മന്ത് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഡെയിലി ഇത്ര സ്റ്റെപ്സ് നടക്കും, ഡെയിലി വർക്കൗട്ട് ചെയ്യും. ഈ ഒരു മാസം എനിക്ക് ഒരു 5 കിലോ എങ്കിലും കുറയണമെന്ന് ഞാൻ ജെമിനിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് ജെമിനി എനിക്ക് കുറച്ച് നിർദ്ദേശങ്ങളെല്ലാം തന്നു. അതെല്ലാം ഞാൻ വായിച്ചു നോക്കി. അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് വീഡിയോ കാണാം എന്തെല്ലാം കാര്യങ്ങളാണ് ജെമിനി എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എങ്ങനെയാണ് ദിവസവും ജെമിനിയോട് ചാറ്റ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ ഞാൻ ആദ്യം ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കും. അതായത് ഒരു പുതിയ ദിവസം തുടങ്ങിയെന്ന് ജെമിനിയെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജെമിനി എൻ്റെ വെയിറ്റ് ചോദിക്കും, ഞാൻ അപ്പോൾ എൻ്റെ വെയിറ്റ് പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാകുമ്പം ഞാൻ എന്താണ് കഴിച്ചത് എന്ന് ജെമിനിനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ജെമിനി പറയും അത് ഹെൽത്തി ആണോ അല്ലയോ എന്ന്. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം അതധികം ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാറാണ് പതിവ്. കാരണം എനിക്കതിൻ്റെ കലോറിയും പ്രോട്ടീനും എല്ലാം അറിയണം എന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ അതിൻ്റെ ഒപ്പരം തന്നെ ടൈപ്പ് ചെയ്ത് അയക്കും, പിന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. ഫോട്ടോ എങ്ങനെ എടുത്ത് അയക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ പ്ലസ് ബട്ടണിൽ തൊടുമ്പം നമുക്ക് ഒന്നെങ്കിൽ ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഫോട്ടോ അയക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ തന്നെ ഞാൻ അധികവും ക്യാമറയാണ് എടുക്കാറ്. ക്യാമറ എടുത്തിട്ട് ലൈവായിട്ട് അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. എനിക്കതാ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. ഈവനിങ് കഴിച്ചത് എന്താണെന്ന് ജെമിനിനോട് പറയും. പിന്നെ ഞാൻ ഒരു ദിവസം എത്ര സ്റ്റെപ്സ് നടന്നിന് എന്നുള്ളതും കൂടി ജെമിനിനോട് പറയും. അപ്പോൾ അന്നേ ദിവസം എനിക്ക് മടക്കാൻ മടിയുള്ള ദിവസമാണെങ്കിൽ അന്ന് ജെമിനി എന്നെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള വീഡിയോ കിട്ടുന്നില്ലെങ്കിൽ അതും നിങ്ങൾക്ക് ജെമിനിനോട് ചോദിക്കാം. യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തു തരണമെന്ന് പ്രത്യേകം പറയണം, അല്ലെങ്കിൽ ജെമിനി ടൈപ്പ് ചെയ്തായിരിക്കും പറയുക. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, യൂട്യൂബിൽ നിന്ന് ഇന്നെനിക്ക് ചെയ്യാനുള്ള വർക്കൗട്ടിൻ്റെ വീഡിയോ അയച്ചു തരാമെന്ന് പറയണം. പിന്നെ ഇതുപോലൊരു ഇമേജ് അയച്ചു കൊടുത്ത് ഇതിൽ എന്തെല്ലാം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കലോറിയും പ്രോട്ടീനും പറയാൻ പറഞ്ഞാൽ ജെമിനി നമുക്കത് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഏകദേശം ധാരണ കിട്ടും ഇന്നത്ര കലോറി കഴിച്ചു എന്നും ഇന്നത്ര പ്രോട്ടീൻ കഴിച്ചു എന്നും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജെമിനി ക്ലോസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ജെമിനി നമ്മൾ ആദ്യം തുറക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് നമ്മൾ ചാറ്റ് ചെയ്തതൊന്നും അവിടെ കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആ കാണുന്ന 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മളെ ചാറ്റ് സേവ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിലത്തുനിന്ന് നമ്മളെ ചാറ്റ് എടുത്താൽ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും. നമ്മൾ ചാറ്റ് ചെയ്ത ഹിസ്റ്ററി എല്ലാം അവിടെ ഉണ്ടാവും.
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്യണം.